ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് സിദ്ധു മഹേന്ദ്രൻ സാറിൻ്റെ അടുത്ത് എത്രയും പെട്ടെന്ന് ഓടി വരികയാണ്. അങ്കിളെ അങ്കിളെ എന്ന് വിളിച്ചാണ് ഓടുന്നത്. സിദ്ധു എന്താ സിദ്ധു എന്ന് ചോദിക്കുകയാണ് മഹേന്ദ്രൻ സാറ്. എന്താ സിദ്ധാർത്ഥ്, എന്താ നീ വല്ലാതിരിക്കുന്നത്, എന്തിനാ ഓടി വരുന്നത്? അങ്കിളെ അതൊക്കെ പോട്ടെ, അങ്കിള് അഡ്വക്കേറ്റ് പ്രസാദിനെ രജിസ്റ്റർ ഓഫീസിലേക്ക് അയച്ചിരുന്നോ? അതെ, അയച്ചു. എന്താ കാര്യം? അങ്കിളെ ഇപ്പം അങ്കിളിൻ്റെ സ്വത്തൊന്നും അങ്കിളിൻ്റെ പേരിലേ അല്ല. എന്താ പറയുന്ന സിദ്ധാർത്ഥ്? അതേ അങ്കിളെ, മുഴുവൻ സ്വത്തും മേഘ അവളുടെ പേരിലേക്ക് മാറ്റിക്കഴിഞ്ഞു. മഹേന്ദ്രൻ സാർ വിഷമത്തോടെ ചോദിക്കുകയാണ്. അതെങ്ങനെയാ മോനെ ചെയ്യാൻ പറ്റുക? എല്ലാ ഡോക്യുമെൻസും ലക്ഷ്മിയുടെ പേരിലല്ലേ ഉള്ളത്? അങ്കിളെ, നമ്മൾ ശ്രീലങ്കയിലേക്ക് പോയ സമയത്ത് മേഘയാണെങ്കിൽ ലക്ഷ്മി ആൻറ്റിയെ എന്തോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അങ്കിളുടെ സ്വത്തുക്കളെല്ലാം ഇപ്പം അവളുടെ പേരിലേക്ക് മാറ്റി എഴുതിയിരിക്കുക. ഏയ്, ലക്ഷ്മി എന്താ കൊച്ചുകുട്ടിയാണോ? മഹേന്ദ്രൻ സാറ് ഒരു വല്ലാത്ത രീതിയിലാണുള്ളത്. എല്ലാ സ്വത്തും മേഘയുടെ പേരിലേക്ക് എഴുതി കൊടുക്കാൻ. ഇതൊക്കെ ആരാ നിന്നോട് പറഞ്ഞത്? അങ്കിളെ, പ്രസാദാണ് പറഞ്ഞത്. സ്വത്തുക്കളെല്ലാം മേഘയുടെ പേരിലേക്ക് മാറ്റിയ എല്ലാ ഡോക്യുമെൻസും ഇതാ എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. അങ്കിള് വിശ്വസിക്കില്ലെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് ഞാനിതാ ഫോട്ടോ കോപ്പി എടുത്തിട്ട് വന്നിട്ടുണ്ട്. അങ്കിള് നോക്ക്. മഹേന്ദ്രൻ സാർ അതൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. മഹേന്ദ്രൻ സാറിന് തലവട്ടം കറങ്ങുന്നത് പോലെ തോന്നി അവിടെ നിന്ന്. മഹേന്ദ്രൻ സാറ് പിന്നെ ആ ഡോക്യുമെൻറ്റ്സൊക്കെ വായിച്ചതിന് ശേഷം, ഫോട്ടോ കോപ്പിയൊക്കെ വായിച്ചതിന് ശേഷം ആകെ തളർന്ന് ഇരിക്കണോ എന്തോ ചെയ്യേണ്ടേ എന്നറിയാതെ രീതിയിലായി. അപ്പോഴാണ് സിദ്ധു പറയുന്നത്, അങ്കിളെ ഒന്നുമില്ല അങ്കിളെ, വിഷമിക്കല്ല അങ്കിളെ, അങ്കിളെ ഒന്നുമില്ല, ഇരിക്കേ, അങ്കിള് ടെൻഷനാവാതിരിക്കേ. എന്താ എന്താ സിദ്ധാർത്ഥ്, എന്താ ഈ വീട്ടിൽ നടക്കുന്നത്? മഹേന്ദ്രൻ സാർ ആകെ വിഷമത്തിലായി, നല്ല വിയർക്കുകയും ചെയ്യുന്നുണ്ട്. സത്യമായും ലക്ഷ്മി ഇതൊന്നും എഴുതി കൊടുത്തിട്ടുണ്ടാവില്ല. മേഘ എന്തെങ്കിലും കൃത്രിമം ചെയ്തിട്ടുണ്ടാവോ? ഇപ്പം തന്നെ നീ വാ, എന്താ ഉണ്ടായതെന്ന് ചോദിക്കാം. ശരിയങ്ങളെ, വാ, ആൻറ്റിയോടെ തന്നെ ചോദിച്ചു നോക്കാം. ലക്ഷ്മി ആ സമയത്ത് പൂജാമുറിയിലായിരുന്നു, പൂജയൊക്കെ ചെയ്യാണ്. അവിടെ നിന്ന് ചന്ദനമൊക്കെ തൊട്ട് നെറ്റിയിൽ വെക്കുകയാണ് ലക്ഷ്മി. അപ്പോഴാണ് മഹേന്ദ്രൻ സാറും സിദ്ധുവും അങ്ങോട്ടേക്ക് വന്നത്. മഹേന്ദ്രൻ സാർ ചോദിക്കുകയാണ് എന്നിട്ട്, ലക്ഷ്മി നീ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത്? ഇതൊക്കെ എന്താ നോക്ക്. സിദ്ധുവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ലക്ഷ്മിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്താ ഇതൊക്കെ? എന്താ ഏട്ടാ, നോക്ക്, നീ തന്നെ നോക്ക്. ലക്ഷ്മി അത് വായിച്ച് വിയർക്കുകയാണ്. അപ്പോൾ മഹേന്ദ്രൻ സാർ ചോദിക്കുകയാണ്, ഇതെല്ലാം സത്യമാണോ? ലക്ഷ്മി, ഇതെല്ലാം സത്യമാണോ അല്ലയോ? ലക്ഷ്മി നിന്ന് കരയാണ്. ലക്ഷ്മി, ഇതൊക്കെ സത്യമാണോന്ന്? നിന്നോടാ ചോദിക്കുന്നത്, ഇതൊക്കെ സത്യമാണോന്ന്? നീയാണോ എല്ലാ സ്വത്തുക്കളും മേഘയ്ക്ക് എഴുതി കൊടുത്തത്? എല്ലാ സ്വത്തുക്കളും ഞാൻ എഴുതി കൊടുത്തില്ല ഏട്ടാ, മേഘയുടെ പങ്ക് മാത്രം ഞാൻ എഴുതി കൊടുത്തേ. സിദ്ധു അത് കേട്ട് നെറ്റിയിൽ കൈവെക്കാണ്. മഹേന്ദ്രൻ സാറാണ് ആകെ വിഷമത്തിലാണ്. എന്നോട് ചോദിക്കാതെ നീ എന്തിനാ ലക്ഷ്മി ഇതൊക്കെ ചെയ്തത്? ഏട്ടൻ നാട്ടിലില്ലാത്ത സമയത്ത് മേഘ എനിക്ക് സ്വത്ത് എഴുതിത്തരണം, ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി. ഞാൻ പേടിച്ചു പോയി. എന്നായിരുന്നാലും അവൾക്ക് കൊടുക്കേണ്ടത് കൊടുത്തല്ലേ പറ്റൂ എന്ന് വിചാരിച്ചു. അവളുടെ പങ്ക് മാത്രം ഞാൻ എഴുതി കൊടുത്തത്. നീ അങ്ങനെയാ വിചാരിച്ചത്, പക്ഷേ അവൾ അങ്ങനെയല്ല ചെയ്തത്. മുഴുവൻ കള്ളത്തരം കാണിച്ച് അവൾക്കുള്ള സ്വത്ത് മാത്രമല്ല എല്ലാ സ്വത്തുക്കളും അവളുടെ പേരിൽ എഴുതി വെച്ചു. അയ്യോ, ലക്ഷ്മി വിഷമിക്കുകയാണ്. അപ്പം മഹേന്ദ്രൻ സാർ, ഒരു സ്ഥലം പോലും നമ്മുടെ പേരിലില്ല, എല്ലാം അവളുടെ പേരിലാണ് ഉള്ളത്. എല്ലാ പ്രോപ്പർട്ടിയും നീയാണ്, അയ്യോ നീയാണ് അവളുടെ പേരിൽ എഴുതി കൊടുത്തത്. എന്താ ഏട്ടാ ഈ പറയുന്നത്? മേഘയാണോ ഇങ്ങനെയൊക്കെ ചെയ്തത്? വേറെ ആരാ? മഹേന്ദ്രൻ സാർ ദേഷ്യപ്പെടുകയാണ്. അവളെന്താ ബുദ്ധിയില്ലാത്തവളാണെന്ന് കരുതിയോ? 1 നമ്പർ ക്രിമിനൽ. ഏയ്, ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് തലയിൽ കൈവച്ച് പറഞ്ഞതാ അവളെ വിശ്വസിക്കരുത് എന്ന്. ഇപ്പോൾ എന്താ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് കണ്ടില്ലേ? ഓരോ ഡോക്യുമെൻറ്റിൽ പോലും അതിൽ എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് നോക്ക്. നീ വായിച്ചു നോക്കിയില്ലേ? ഞാൻ അവളെ വിശ്വസിച്ച് പോയി ഏട്ടാ, അതുകൊണ്ടാണ് ഞാൻ ഒന്നും വായിച്ചു നോക്കാതിരുന്നത്. അവൾ എന്തിനാ എനിക്ക് ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്തത് ഏട്ടാ? ലക്ഷ്മി നിന്ന് കരയാണ്. അപ്പോൾ മഹേന്ദ്ര സാർ പറയാണ്, ഇനിയിപ്പോൾ കരഞ്ഞിട്ട് എന്താ പ്രയോജനം? സിദ്ധാർത്ഥ്, മേഘ എവിടെയുണ്ടെങ്കിലും ഫോൺ ചെയ്ത് ഉടനെ ഇങ്ങോട്ടേക്ക് വരാൻ പറയൂ. ശരി അങ്കിളെ. മേഘ, നീ എവിടെയുണ്ട്? ഞാൻ ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുക. നീ എവിടെ പോവുകയാണെങ്കിലും ശരി, മഹേന്ദ്രൻ അങ്കിളിന് നിന്നെ ഉടനെ കാണണമെന്ന്, പെട്ടെന്ന് വരണം. കാര്യം എന്താ? നീ ആദ്യം ഇങ്ങോട്ട് പോവാ, എന്നിട്ട് പറയാം. ആദ്യം നീ വരാൻ നോക്ക്. ഇപ്പോൾ വരും അങ്കിളെ. മേഘ വണ്ടിയിൽ നിന്നും ചിന്തിക്കുകയാണ്, എന്തിനാ ഇത്ര പെട്ടെന്ന് വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞത്? എന്തിനായിരിക്കും? ശരി, എന്തായാലും പോയി നോക്കാം. പിന്നെ കാണിക്കുന്നത് ചന്ദ്രികയാണ്. ചന്ദ്രികയുടെ വീട്ടിൽ നിന്നും അലക്കി ആറിയിടുകയാണ്. അപ്പോൾ മലർ അവിടെ തന്നെയുണ്ട്. അപ്പോഴാണ് പൈസ കൊടുക്കാനുള്ള അയാൾ വന്ന് ഇറങ്ങിയത്. അയാൾ ചന്ദ്രികയുടെ അടുത്ത് വന്ന് ചന്ദ്രികയുടെ പിറകുവശം നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് ചന്ദ്രിക തിരിയുന്നത്.
ആ എന്ന് പറഞ്ഞ് ചന്ദ്രിക പേടിച്ചു പോയി. ചന്ദ്രിക ഞെട്ടലോടെ തിരിഞ്ഞു നിന്നിട്ട് പറയാണ്, ഷോ ഭയപ്പെട്ടു പോയി. എന്തിനാ ഇങ്ങനെ വന്ന് ഭയപ്പെടുത്തുന്നത്? നിങ്ങൾക്കെന്താ വേണ്ടേ? എന്താ ചന്ദ്രിക നീ ഇങ്ങനെ ചോദിക്കുന്നത്? എനിക്കെന്താ വേണ്ടതെന്ന് നിനക്കറിയില്ലേ? ഇതെന്താണെന്ന് നിനക്കറിയോ? നിന്റെ ഭർത്താവ് എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ 5 ലക്ഷം രൂപയുടെ പത്രം. ഇത് എന്ത് പത്രമാണെന്ന് നിനക്കറിയോ? എൻ്റെ സ്ഥലത്തിൻ്റെ പ്രമാണം. മൊത്തം 10 ഏക്കറുണ്ട്. ഈ 2 പത്രത്തിൽ ഏതെങ്കിലും ഒന്ന് നീ നിർബന്ധമായും എടുത്തിരിക്കണം. ഈ 5 ലക്ഷം രൂപയുടെ പത്രം നീ എടുക്കുകയാണെങ്കിൽ 5 ലക്ഷം തന്നേ പറ്റൂ. നീ അതല്ല എൻ്റെ സ്ഥലത്തിൻ്റെ പത്രമാണ് നീ എടുക്കുന്നതെങ്കിൽ പിന്നെ ഈ 5 ലക്ഷത്തിൻ്റെ പത്രം നിനക്ക് എടുക്കുകയേ വേണ്ടി വരില്ല. നീ എൻ്റെ ഒപ്പം വന്ന് നിൻ്റെ മകളോടൊപ്പം നിനക്ക് എൻ്റെ കൂടെ കഴിയാം. ഞാൻ നിങ്ങളെ 2 പേരെയും നല്ലപോലെ സംരക്ഷിക്കാം. ഏയ് നിങ്ങളോട് പറയാ, ഇതൊക്കെ എടുത്ത് എത്രയും പെട്ടെന്ന് പോയിക്കോ. ചന്ദ്രിക പറയാ, വേണ്ടാത്ത ഉദ്ദേശത്തോടുകൂടി നിങ്ങളിവിടെ വന്നാൽ എൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയില്ല. എനിക്ക് ഈ പറയുന്നവരെ അനുസരിക്കുന്നവരെ തീരെ ഇഷ്ടമല്ല. ഇതുപോലുള്ള തൻ്റെടികളെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി ചന്ദ്രികെ. ചന്ദ്രികെ, ആ പത്രം ഞാൻ അകത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഒന്നുകൂടി ധൃതി പിടിക്കാതെ നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. 2 പത്രത്തിൽ ഏത് വേണമെങ്കിലും നിനക്ക് തിരഞ്ഞെടുക്കാം. കടം വാങ്ങിച്ച പത്രം എടുത്താൽ തീർച്ചയായും എൻ്റെ പണം തന്നേ പറ്റൂ. എൻ്റെ സ്ഥലത്തിൻ്റെ പത്രം എടുത്താൽ നീ എനിക്ക് ആ പണം തരികയേ വേണ്ട. അതിനുശേഷം ഞാനും നിൻ്റെ മുമ്പിൽ വന്ന് കടം തന്ന പൈസക്ക് തിരിച്ചു ചോദിക്കുകയില്ല. പിന്നെ അയാൾ മലറിനെ നോക്കിയിട്ട് പറയാണ്, എന്താ മോളെ കളിച്ചുകൊണ്ടിരിക്കുകയാണോ? കളിക്ക് മോള് കളിച്ചോ. നിൻ്റെ അമ്മയും നീയും എൻ്റെ അടുത്ത് തന്നെ വന്നേക്കും. ഇതുപോലെ തന്നെ അവിടെ കളിക്കാൻ ഒരുപാട് സ്ഥലമുണ്ട് മോളെ. നിനക്ക് കളിക്കാൻ ഒരുപാട് പാവകളും ഞാൻ വാങ്ങിത്തരാം. ശരി ചന്ദ്രിയെ, എന്ത് വേണമെന്ന് നീ ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുത്ത് പറഞ്ഞാൽ മതി. പിന്നെ അയാൾ പോയി കഴിഞ്ഞപ്പോൾ മലർ അമ്മയുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, അമ്മേ എന്തിനാ അമ്മേ അയാൾ വന്നത്? ആരാ അമ്മേ അയാൾ? അയാൾ എന്തിനാ അമ്മേ നമ്മളെ ഭീഷണിപ്പെടുത്തുന്നേ? ആ മഹേഷ് കടം വാങ്ങിയ പണം അമ്മ തിരിച്ചടക്കണം എന്നാണ് അയാൾ പറയുന്നത് മോളെ. എൻ്റെ വിധി തന്നെ ചന്ദ്രിക പറയാ. അപ്പം മലർ, നമ്മൾ എന്തിനാ അമ്മേ ഇങ്ങനെ ജീവിക്കുന്നേ? നമുക്ക് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും വീട്ടിലേക്ക് പോകാം അമ്മേ. ചന്ദ്രിക ദേഷ്യത്തോടെ പറയാണ്, എന്തൊക്കെ സംഭവിച്ചാലും ശരി നമ്മൾ ഇവിടെ തന്നെ വേണം. പിന്നെ ഇവിടെ മുത്തശ്ശൻ്റെ അടുത്തിരുന്ന് ലക്ഷ്മി കരയാണ്. അവിടെ തന്നെ എല്ലാവരും ഉണ്ട്. സിദ്ധാർത്ഥുണ്ട്, മഹേന്ദ്രൻ സാറുണ്ട്, മുത്തശ്ശനും മേഘയും ആരതിയും ജാനകിയും ഒക്കെയുണ്ട്. അപ്പോഴാണ് മേഘ അവിടെ വണ്ടിയിൽ വന്ന് ഇറങ്ങുന്നത്. മേഘ കയറി വരുമ്പോൾ തന്നെ കാണുകയാണ് ലക്ഷ്മി കരയുന്നത്. മേഘ വന്ന് നിന്നത് ആരും ശ്രദ്ധിക്കുന്നില്ല, ആരും കാണുന്നില്ല. മേഘ അവിടെ തന്നെ നിന്നിട്ട് നോക്കുകയാണ് എല്ലാവരെയും. എന്നിട്ട് ദേഷ്യത്തോടെ അകത്തേക്ക് കയറി വരികയാണ്. എന്താ അച്ഛാ, എന്നോടെന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വരാൻ പറഞ്ഞു? എന്താ കാര്യം അച്ഛാ, പറയേ. മഹേന്ദ്രൻ സാറും ലക്ഷ്മിയും അവളുടെ സംസാരം കേട്ട് അവളെ ദേഷ്യത്തോടെ നോക്കുക. അച്ഛനോടാ ചോദിക്കുന്നത്, എന്താ കാര്യം? മഹേന്ദ്രൻ സാറ് ദേഷ്യത്തോടെ പറയാണ്, നിർത്ത്. ഇനി ഒരിക്കലും നീ എന്നെ അച്ഛ എന്ന് വിളിക്കരുത്. ഇനി എന്നെ അച്ഛ എന്ന് വിളിക്കാനുള്ള അർഹത നിനക്കില്ല. എന്താ കാര്യമെന്ന് തെളിച്ച് പറയുവച്ചാ. പറഞ്ഞാലേ അറിയൂ അല്ലേ? ആ ഡോക്യുമെൻസിൻ്റെ ഫോട്ടോ കോപ്പി എടുത്ത് മഹേന്ദ്രൻ സാറ് മേഘയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ്, എന്താ ഇതൊക്കെ? മേഘ അതൊക്കെ മറിച്ച് നോക്കുകയാണ്. മനസ്സിൽ സന്തോഷത്തോടെയും ഉള്ളിൽ പുറമെ ഒരു ആനന്ദത്തോടെയും കൂടിയാണ് മറിച്ച് നോക്കുന്നത്. ഇതാണോ? ഇതിലെന്താ തെറ്റുള്ളത്? എനിക്ക് കിട്ടേണ്ട സ്വത്തല്ലേ ഇത്, അതുകൊണ്ടാണ് എഴുതി വാങ്ങിച്ചത്. എന്ത്, നിനക്ക് കിട്ടേണ്ട സ്വത്തോ? എന്നാര് പറഞ്ഞു? എന്താ അച്ഛാ, വയസ്സാകും തോറും എല്ലാം അങ്ങ് മറന്നുപോയോ? ഞാൻ ജനിച്ചതിൻ്റെ ശേഷമാണ് അച്ഛൻ്റെ ബിസിനസ് ഇത്രത്തോളം വളർന്നത്. ഞാൻ ജനിച്ചതിന് ശേഷമാണ് ഇത്രയും സ്വത്തുക്കളൊക്കെ വാങ്ങിയതെന്ന് അച്ഛൻ തന്നെയല്ലേ എന്നോട് പറയാറ്. അങ്ങനെയുള്ളപ്പോൾ പിന്നെ ഈ സ്വത്തുക്കളൊക്കെ എൻ്റെ പേരിൽ മാറ്റിയതിൽ എന്താ തെറ്റുള്ളത്? ഇതൊക്കെ കേട്ട് മുത്തശ്ശി സന്തോഷത്തോടെ ചിരിക്കുകയാണ്. മേഘ വീണ്ടും പറയാണ്, അച്ഛൻ ആരംഭിച്ച ഓരോ കമ്പനിയിലും എൻ്റെ പേരല്ലേ വെച്ചിരിക്കുന്നത്. അച്ഛൻ വാങ്ങിയ കോംപ്ലക്സ്, ബിൽഡിംഗ്, അങ്ങനെ എല്ലാത്തിനും എൻ്റെ പേരല്ലേ വെച്ചിരിക്കുന്നത്. എൻ്റെ പേരിലുള്ള രാശി കൊണ്ടല്ലേ വാങ്ങിച്ച ഓരോ പ്രോപ്പർട്ടിക്കും എൻ്റെ പേര് തന്നെ കൊടുത്തത്. അപ്പോൾ അച്ഛൻ ഇഷ്ടപ്പെട്ട മേഘയെ ഇപ്പോൾ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല? മേഘയുടെ ആ സംസാരത്തിൻ്റെ മൂർച്ച കണ്ട് മഹേന്ദ്രൻ സാറും ലക്ഷ്മിയും മേഘയെ ഒരുപോലെ നോക്കുകയാണ്. എന്ത് വാങ്ങിച്ചാലും മേഘ എന്ന് എന്തിനാ പേര് വെച്ചത്? നോക്ക്, അതിനെക്കുറിച്ചൊന്നും നീ സംസാരിക്കരുത്. ഞാൻ ചോദിക്കുന്നതിന് ശക്തമായ ഉത്തരം തരണം.
എന്തിനു വേണ്ടിയാ നീ ലക്ഷ്മിയെ ബ്ലാക്ക്മെയിൽ ചെയ്തത്? സ്വത്തുക്കളെല്ലാം നിന്റെ പേരിലാക്കിയത്? ഇതിലെന്താ തെറ്റുള്ളത് അച്ഛാ? അച്ഛൻ വാങ്ങിച്ച ഓരോ പ്രോപ്പർട്ടിയും മേഘയ്ക്കാണ് എന്ന് പറഞ്ഞല്ലേ വാങ്ങിച്ചുകൊണ്ടിരുന്നത്? ഇപ്പോൾ ആ പ്രോപ്പർട്ടീസൊക്കെ എൻ്റെ പേരിൽ എഴുതിച്ചു വാങ്ങിയതിന് അച്ഛനെന്തിനിങ്ങനെ ദേഷ്യപ്പെടുന്നത്? കണ്ടില്ലേ ലക്ഷ്മി, തെറ്റ് ചെയ്തതും പോരാഞ്ഞ് അഹങ്കാരത്തോടെയാണ് സംസാരിക്കുന്നത്. ഇവൾ പോയി ആത്മഹത്യ ചെയ്യും എന്ന് കരുതിയല്ലേ നീ സ്വത്തുക്കളെല്ലാം ഇവളുടെ പേരിൽ എഴുതി കൊടുത്തത്? ഇവൾ ആത്മഹത്യ ചെയ്യില്ല, നമ്മളായിരിക്കും മരിക്കാൻ പോകുന്നത്. അച്ഛാ നിർത്തിക്കോ. ഇപ്പോൾ ഞാൻ എന്ത് വലിയ തെറ്റ് ചെയ്തിട്ടാ എന്നെ ഇങ്ങനെ കുറ്റവാളിയെപ്പോലെ നിർത്തി ചോദ്യം ചെയ്യുന്നേ? അപ്പോഴാണ് ലക്ഷ്മി എണീറ്റ് വന്ന് മേഘയുടെ കരണക്കുറ്റിക്ക് ഒന്ന് കൊടുത്തത്. അയ്യോ ആൻറ്റി, എല്ലാവരും പരസ്പരം പറയാണ്. അപ്പോൾ ലക്ഷ്മി എന്നെ പറ്റിച്ച് സ്വത്തുക്കളെല്ലാം തട്ടിയെടുത്ത് അതും പോരാഞ്ഞ് അച്ഛനെ എതിർത്ത് സംസാരിക്കുന്നു. നിന്നെ ഞാനിന്ന് കൊല്ലുവടി. ലക്ഷ്മി വേണ്ട, ലക്ഷ്മി വേണ്ട. എന്താ ലക്ഷ്മി ഇത്, കൊച്ചുകുട്ടികളെ പോലെ എന്ന് പറയാണ് മുത്തശ്ശി വന്നിട്ട്. മാലതി മുത്തശ്ശി പറയാണ്, കൊച്ചുകുട്ടിയല്ലേ ഇവള്, അറിയാതെ എന്തോ തെറ്റ് ചെയ്തു പോയി, അതിന് ഇങ്ങനെയാണോ അവളെ അടിക്കുന്നത്? അപ്പോൾ മുത്തശ്ശൻ എണീറ്റ് വന്ന് പറയാണ്, മാലതി, ഇതിനെല്ലാത്തിനും കാരണം നീയാ. ആദ്യം തരേണ്ടത് നിനക്കാ. ഇങ്ങ് വന്നേ, ഞാൻ നിന്റെ പങ്ക് മാത്രമല്ലേ എഴുതിത്തരാമെന്ന് പറഞ്ഞത്? നീ എങ്ങനെ എല്ലാ സ്വത്തുക്കളും നിന്റെ പേരിലേക്ക് ആക്കി മാറ്റിയത്? നിങ്ങൾ സ്വത്ത് വാങ്ങിക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് എന്ന് വേർതിരിച്ചാണോ വാങ്ങിയത്? മേഘ ചോദിക്കുക ലക്ഷ്മിയോട്. മുഴുവൻ സ്വത്തുക്കളും മേഘയ്ക്ക് വേണ്ടിയല്ലേ വാങ്ങിയത്? അതുകൊണ്ടാണ് എല്ലാം ഞാൻ എൻ്റെ പേരിലേക്ക് ആക്കിയത്. ഈ മഹാഭാവി എന്ന് പറഞ്ഞ് ലക്ഷ്മി ഒന്നുകൂടി അടിക്കാൻ പോകുമ്പോഴേക്കും മേഘ കയ്യിൽ കയറി പിടിച്ചു. മേഘ ശക്തമായി എതിർത്ത് കയ്യിൽ കയറി പിടിച്ചത് കണ്ട് എല്ലാവരും ഞെട്ടലോടെ നോക്കുകയാണ്. ജാനകി പോലും അത്ഭുതത്തോടെയാണ് നോക്കുന്നത്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് മഹേന്ദ്രൻ സാർ പറയാണ്, ആദ്യം നിൻ്റെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം ലക്ഷ്മിയുടെ പേരിലേക്ക് തിരിച്ചെഴുതി കൊടുക്ക്. അപ്പോൾ വാസു പറയാണ്, അളിയ, ഈ മേഘ എന്താ വേറെ ആരെങ്കിലും ആണോ? നിങ്ങളുടെ മകളല്ലേ, സ്വന്തം രക്തം. നിങ്ങളോടെല്ലാവരോടും ഒരു കാര്യം പറയാ, ഇവൾ മേഘ ഞങ്ങളുടെ മകളല്ല. അപ്പോഴാണ് അവിടെ കൂടിയിരുന്നവരൊക്കെ ആ രഹസ്യം അറിയുന്നത്. എല്ലാവരും ആ എന്ന് പറയാണ്. മാലതി മുത്തശ്ശിക്ക് കാര്യം ആദ്യമേ അറിയാം, ബാക്കിയുള്ളവർക്കൊന്നും അറിയില്ല. എല്ലാവരും ഞെട്ടലോടെ കേൾക്കുകയാണത്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും see you all.